ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞ റേറ്റിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. കുറയ്ക്കാനൊന്നും പറ്റില്ല. പറഞ്ഞ് സമ്മതിച്ച 15 ലക്ഷം അത് കിട്ടണം. ഇല്ലെങ്കിൽ കച്ചവടം വിട്ടേക്ക്. അയ്യോ അത് വേണ്ട, മീനാക്ഷിയെ ഞങ്ങൾക്ക് വേണം. പിന്നെ വില നിശ്ചയിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് റേറ്റ് ഫിക്സ് ചെയ്യാൻ നമുക്കൊരു കൂടിയാലോചനയാവാം. എന്താ ആലോചിക്കുന്നേ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. മീനാക്ഷിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ചന്ദ്രു സമാധാനിക്കേ. ദേവി, വെളിപ്പുറത്തമ്മേ, ഭഗവതി, എന്റെ മീനാക്ഷി മോളെ കാത്തോളണേ. അവളുടെ പേരിൽ അമ്മയ്ക്കൊരു വഴിപാട് ഞാൻ നടത്തിയേക്കാം. ഇത് അറുമുഖത്തിന്റെ ഗോഡൌണാ. പാണ്ടിക്കടവ് ഗോഡൌൺ. എന്നെ ഉപദ്രവിക്കരുത്. ഓ, നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ പണവും ഞാൻ തന്നേക്കാം. എന്നെ വെറുതെ വിടണം. നീ വാങ്ങിയ പണവും പലിശയും തന്നവളാ. പക്ഷേ അറുമുഖത്തിനത് പോരാ. പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. എനിക്കിനേ നിന്റെ നയാ പൈസ പോലും വേണ്ട മോളെ. അറുമുഖം നിന്നെ വേറൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കാൻ പോവാ. വെറുതെ അല്ല, 15 ലക്ഷം രൂപയ്ക്ക്. അവര് നിന്നെ മുതലാക്കിയെടുത്തോളും. അവരെ കച്ചവടക്കാരാ. ആടിനെയും പോത്തിനെയും ഒന്നുമല്ല, പെണ്ണ് കച്ചവടം. ആള് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങെത്തും. ഈ പറയുന്ന മീനാക്ഷി നിങ്ങളുടെ ആരാ? ആരുമല്ല സാർ. എന്നാൽ ആരൊക്കെയാണ്. മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പൊ പിന്നെ നിങ്ങളിങ്ങനെ ഒരു പരാതിയുമായിട്ട് വരാൻ കാരണം? അത് സർ, എന്റെ കൂടെയാണ് മീനാക്ഷി താമസിക്കുന്നത്. വീട്ടുപണിക്ക് പോകുമ്പോ എനിക്കൊരു സഹായത്തിന് മീനാക്ഷിയും വരും. ഈ ഇരിക്കുന്ന മാധവേന്റെ മകനാണ് എന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത്. പ്രകാശിന്റെ അമ്മായിയമ്മയാണോ? അതെ സർ. എന്റെ വീട്ടിന്ന് ആ അറുമുഖവും ഗുണ്ടകളും ചേർന്ന് മീനാക്ഷി തട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ സഹായത്തിന് മാധവേട്ടനെ വിളിച്ചതാണ്. രമേശേ, സാർ, ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ അറുമുഖത്തിന്റെ ആണോ? അതെ സാർ. ഈ നമ്പർ സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുത്തിട്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ. സർ, ഇപ്പോ തന്നെ വേണം. ശരി സർ. ഈ അറുമുഖവുമായിട്ട് മീനാക്ഷിക്ക് ഈ പരാതിയിൽ പറയുന്ന ബന്ധമല്ലേ ഉള്ളൂ? അതെ സർ. അയാളുടെ കയ്യിന്ന് പണം പലിശയ്ക്ക് വാങ്ങിയ ബന്ധേ ഉള്ളൂ. അത് മീനാക്ഷി കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തതുമാണ്. ശരി, ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങാം.
നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. എന്തെങ്കിലും വിവരം കിട്ടുമ്പോ ഞാൻ വിളിച്ചു പറയാം. ഇല്ല സാറേ, മീനാക്ഷി ഇല്ലാതെ ഞാൻ മടങ്ങി പോവില്ല. അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല സാറേ. നിങ്ങൾ ഈ തണുപ്പും കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം ഞാൻ ആ മൊബൈൽ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്ത് അന്വേഷിക്കട്ടെ. അതിനുശേഷം നമുക്ക് മീനാക്ഷിയെ കാണാനില്ലെന്ന വാർത്ത മീഡിയാസിലൊക്കെ ഒന്ന് കൊടുക്കാം. ആളിങ്ങെത്തി സർ. ഞാൻ സേനാപതി. ആറുമുഖം. ഡീലൊക്കെ അല്ലേ? കൂടിപ്പോയ ഒരു 20-22. അനാഥയായതുകൊണ്ട് വലിയ കംപ്ലൈന്റോ അന്വേഷണമോ ഒന്നും വരില്ല. നാട്ടും പുറത്ത് കയറിയതുകൊണ്ട് ഫ്രഷാ. ഓ, സർ, ലൊക്കേഷൻ ട്രേസ് ചെയ്തു. സാർ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള പാണ്ടിക്കടവ് ഗോഡൌണിന് സമീപത്തുള്ള ടവറിലാണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. ജീപ്പ് എടുക്കാൻ പറയും. സർ. സാർ, ഞങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കെ. ശരി സാർ. പുറത്തിരിക്കാം. നിങ്ങൾ പറഞ്ഞ ക്വാളിറ്റി ഒന്നും പെൺകുട്ടിക്കൊണ്ടോന്ന് തോന്നുന്നില്ല. പറഞ്ഞ റേറ്റിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. കുറയ്ക്കാനൊന്നും പറ്റില്ല. പറഞ്ഞ് സമ്മതിച്ച 15 ലക്ഷം അത് കിട്ടണം. ഇല്ലെങ്കിൽ കച്ചവടം വിട്ടേക്ക്. അയ്യോ, അത് വേണ്ട. മീനാക്ഷിയെ ഞങ്ങൾക്ക് വേണം. പിന്നെ വില നിശ്ചയിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് റേറ്റ് ഫിക്സ് ചെയ്യാൻ നമുക്കൊരു കൂടിയാലോചനയാവാം. ആ, ആയിക്കോട്ടെ. ആ, ആറുമുഖണ്ണ, ഇതൊക്കെ എത്രയോ ഡീൽ ചെയ്ത് പരിചയസമ്പത്തുള്ളവനാണ് ഈ ദല്ലാൽ സേനാപതി. നിങ്ങൾക്ക് ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് പറയാ, ഈ ബിസിനസ്സേ തടിക്കച്ചവടം പോലെയാ. ഉരുപ്പടി ഉരുകി കിട്ടിയ ലക്ഷങ്ങളാ നേട്ടം. ഇല്ലെങ്കിലോ ചെലവിന് കൊടുത്ത് കുത്തുപാള എടുക്കും. മാനത്തെ കൊട്ടാരം